ഹായ് ഓൾ, നമുക്ക് വാൻറ്റേജിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. $15 ആയിട്ടുണ്ട് വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ആദ്യം ഇമെയിൽ ഓപ്പൺ ലൈവ് അക്കൗണ്ട്. അതിൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യ ഓൾറെഡി സെലക്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഡൻസ് നമ്മൾ കേരളമാണ്, കേരള കൊടുക്കുന്നു. കേരള അവിടെ സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇമെയിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമെയിലാണ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു പാസ്വേഡ് യൂസ് സ്ട്രോങ് പാസ്വേഡ് ആയിട്ട് നമുക്ക് വരും. ഞാൻ ക്രിയേറ്റ് ഓൺ പാസ്വേഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ABCD12345. നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ABCD123, A ക്യാപിറ്റൽ, ബാക്കിയൊക്കെ ചെറുത്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, നമ്പർ. ഓക്കെ, അതേപോലെ ഐ ആം നോട്ട് എ US റെസിഡൻറ്റ് കൊടുക്കണം. അതേപോലെ നെഗറ്റീവ് കൊടുക്കണം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കണം. ഓക്കെ, പാസ്വേഡ് ഇവിടെ സേവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ലോഗിൻ ആയി വരും. വെരിഫൈ യുവർ ഇമെയിൽ അഡ്രസ്സാണ് ചോദിക്കുന്നത്. അപ്പോൾ കോഡ് വിൽ ബി സെൻഡ്. ആ ഒരു മെയിലിലേക്ക് ഒരു കോഡ് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ അടിച്ചു കൊടുക്കണം. സെൻഡ് OTP. നമ്മളപ്പോൾ മെയിലൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. മെയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോന്നല്ലേ. മെയിൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, വാൻറ്റേജ് ഇമെയിൽ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു കോഡ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യണം നമുക്ക്. കോപ്പി പേസ്റ്റിന് ശേഷം നമ്മളിവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തണം. ഇനി നമ്മളിവിടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കണം. ഓക്കെ, ഫോൺ നമ്പർ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് അവിടെ ചെയ്യണം. സെൻഡ് OTP കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഫോണിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഒരു കോപ്പി കോഡ് കൊടുത്തിട്ടുണ്ട്. OTP വന്നിട്ടുണ്ട്. പേസ്റ്റ് ഇവിടെ കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇമെയിലും ഫോൺ നമ്പറും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസാണ് ഇനി നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി ഇന്ത്യൻ. അത് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കണം. അപ്പോൾ യു ആർ ഓൾമോസ്റ്റ് ഓൾ സെറ്റ് ടു ട്രേഡ്. ഓക്കെ, സെറ്റപ്പ് അക്കൗണ്ട് നമുക്ക് ഇനിഷ്യലായിട്ടുള്ള ഈ ഒരു ഡാറ്റ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് $5000 ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഫങ്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ലിമിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ലോഡായിട്ട് വരുന്നുണ്ട്. ഇവിടെ ടിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പേഴ്സണൽ ഇൻഫർമേഷൻസ് നമ്മൾ ഇവിടെ ഒന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, നമ്മൾ ആധാർ കാർഡിലോ അല്ലെങ്കിൽ ഏതാ കൊടുക്കുന്നത് വെച്ചായിട്ട് കറക്റ്റ് ഇൻഫർമേഷൻസ് ആക്കിയിട്ട് കൺഫേം ചെയ്യുക. നമ്മളിവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. ഫ്രണ്ട് സൈഡ് കൊടുക്കുക ആധാർ കാർഡിൻ്റെ. ഗാലറി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്ലോഡഡ് ആണ്. രണ്ടാമത്തെ ബാക്ക് സൈഡ് നമുക്ക് കൊടുക്കാം.
ബാക്ക് സൈഡും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ KYC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യു ആർ ഓൾമോസ്റ്റ് ഓൾ സെറ്റ് ടു ട്രേഡാണ്. അപ്പോൾ ലൈവ് ട്രേഡിംഗ് അക്കൗണ്ട് ലിമിറ്റ് $3 ഉണ്ടാവും. ഓക്കെ, ഡെപ്പോസിറ്റും വിഡ്രോവൽ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ സെറ്റപ്പ് അക്കൗണ്ട് നമുക്ക് നോക്കാം. നമുക്ക് കുറേ അക്കൗണ്ട്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അക്കൗണ്ട് പ്ലാറ്റ്ഫോം പോലെ മെറ്റാട്രേഡർ 5ലാണ്. നമ്മളിവിടെ ഷാപ്പ് ഫ്രീ അക്കൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഷാപ്പ് ഫ്രീ സ്റ്റാൻഡേർഡ് STPയുടെ ഷാപ്പ് ഫ്രീ അക്കൗണ്ടാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ ക്യൂസ് കറൻസി USD തന്നെ ഒക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ സബ്മിറ്റ് കൊടുക്കാം. യുവർ ട്രേഡിംഗ് അക്കൗണ്ട് സക്സസ്ഫുള്ളി. ഓക്കെ, വ്യൂ മൈ അക്കൗണ്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് ആക്റ്റീവ് MT5, ഇവിടെ വാൻറ്റേജ് ഇൻ്റർനാഷണൽ ലിമിറ്റ് ലൈവ് 30 കാണിക്കും. ഓക്കെ, ഈ ഒരു ക്രെഡൻഷ്യൽ നമുക്ക് മെയിലിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, മെയിലിൽ നമുക്ക് കിട്ടും MT5 ലോഗിൻ ചെയ്യേണ്ട ക്രെഡൻഷ്യലൊക്കെ. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് നമ്പറും അതേമാതിരി വാൻറ്റേജ് ഇൻ്റർനാഷണൽ ലൈവ് 3 എന്ന സെർവറും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പാസ്വേഡ് ഓട്ടോമാറ്റിക് ജനറേറ്റഡ് പാസ്വേഡ് നിങ്ങളുടെ മെയിലിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിതിൻ്റെ ലിവറേജ് വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ചേഞ്ച് ലിവറേജ്. നമുക്കിവിടെ കറൻറ്റ് ലിവറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലിവറേജ് നമുക്കിതാ ഡിസർവ്ഡ് ലിവറേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 1:2000 വരെ നമുക്ക് ഇവിടെ ലിവറേജ് ഉണ്ട്. നമുക്ക് മാക്സിമം നിന്ന് സെലക്ട് ചെയ്യാം. ഐ ഹാവ് എ റീഡ് എഗ്രിമെൻറ്റ് ചേഞ്ച് ലിവറേജ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാണ്ട് നമുക്ക് നോക്കാം. എങ്ങനെ ഇതിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നില്ല നമുക്ക് നോക്കാം. ഡെപ്പോസിറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് USDയിൽ നമുക്ക് എത്ര ഡോളറാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമുക്കൊരു $40 നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടിന്യൂ അടിക്കാം. നമുക്കിവിടെ ഇന്ത്യൻ ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, UPI ഉണ്ട്, അതേപോലെ ക്രിപ്റ്റോയിൽ വിവാദപ്പെടുന്ന കുറേ USDT സൊലാനോ, USDT BP20 അങ്ങനെ കുറേ ആയിട്ട് നമുക്കുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ UPI സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. നമുക്കിവിടെ വരുന്നത് 40 USDക്ക് അനുയോജ്യമായത് 3565 INR ആണ് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ കണ്ടിന്യൂ കൊടുത്തിട്ട് $40 3565.91 പേന കൊടുക്കുക. Safety reminder: the payment information of each order different. Please pay according order information. Repay your account already confirm കൊടുക്കണ്ട്. നമ്മൾ ഇവിടെ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് ഫണ്ട് അയക്കേണ്ടതെന്നില്ല. നെയിം സുൽത്താൻ അഹമ്മദ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടത്. ഇത് വളരെ ഒരു സേഫായിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, നമുക്ക് ഫണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ UPI ID നമ്മൾ ഈ UPI ID കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ പേയിൽ പോയിട്ട് നമുക്കത് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് കൺഫേം ചെയ്ത് കൊടുത്താൽ മതി. ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ നെയിം ഇവിടെ അടിച്ചു കൊടുത്തിട്ട് കൺഫേം കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ആ പ്രോസസ്സ് ഒന്ന് ചെയ്തിട്ട്. അപ്പോൾ ഗൈസ്, ഇതിൽ നമുക്ക് $51 കയറിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ MT5 ആയി കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ,
അതിനായിട്ട് നമ്മൾ ഈ ക്രെഡൻഷ്യലൊക്കെ നമുക്ക് മെയിലിൽ റിസീവ് ആയിട്ടുണ്ടാവും. ഓക്കെ, പാസ്വേഡ് ഇവിടെ മുകളിൽ MT5 അവിടെ അക്കൗണ്ട് നമ്പർ കാണിക്കുന്നുണ്ട്. അതേമാതിരി സെർവർ വാൻറ്റേജ് ഇൻ്റർനാഷണൽ ലൈവ് 13 എന്ന സെർവറും കാണിക്കുക. ഇതിൻ്റെ പാസ്വേഡും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ മെയിലിൽ കൺഗ്രാജുലേഷൻ യുവർ MT5 ലൈവ് അക്കൗണ്ട് ഇറ്റ്സ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമ്മളതിന് ഓരോന്നായി കോപ്പി ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ കോപ്പി ചെയ്യണം. ഓക്കെ, സെർവർ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ MT5 പോകണം. ഓക്കെ, MT5 ഓപ്പൺ ആയതിനു ശേഷം നമ്മളിവിടെ പ്ലസിൻ്റെ ചിഹ്നം ഉണ്ടാവും. ഇവിടെ മുകളിൽ പ്ലസ് ചിഹ്നം, അവിടെ ഫൈൻഡ് ബ്രോക്കർ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ അത് പേസ്റ്റ് ചെയ്യണം, സെർവർ വാൻറ്റേജ് ഇൻ്റർനാഷണൽ. അപ്പോൾ അത് അങ്ങനെ ഒരു ഇത് കിട്ടും, വാൻറ്റേജ് ഇൻ്റർനാഷണൽ ലൈവ് 13 എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ സെർവർ ലൈവ് 13 എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ നമ്മൾ ലോഗിൻ ID കോപ്പി ചെയ്യണം. ലോഗിൻ ID കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ പാസ്വേഡ് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ $51 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് MT5ക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, താങ്ക് യു.